ഹായ് ലേൺസ്ഫെയർ SSLCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലില് 10ലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ്സുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചാനലാണ്. അപ്പോൾ നിങ്ങളുടെ പരിചയത്തിൽ 10ല് പഠിക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് പറയാട്ടോ, ഇങ്ങനെ ഒരു ചാനലുണ്ട്, ഒന്ന് കണ്ടു നോക്ക്, നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടിന്യൂ ചെയ്യുക എന്നൊക്കെ ഒന്ന് പറയാട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളധികം വീഡിയോസ് ഒന്നും ഇടുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അറിഞ്ഞു പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. ഒരു സമയത്ത് നമ്മൾ വീഡിയോസ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷമൊന്നും അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പലരും നമ്മൾ ചാനൽ നിർത്തി പോയോ എന്നൊക്കെ സംശയമുള്ള ആളുകളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് പറയണേ കേട്ടോ. അപ്പോൾ നമ്മള് ഇനി പ്രോപ്പറായിട്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് ലൈവുകളും ഉണ്ടാവും. വൈകുന്നേരം 7 മണിക്കാണ് നമ്മൾ ലൈവ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് സ്റ്റേറ്റ് സിലബസിലുള്ള കുട്ടികൾക്കും 10ലെ പഠിക്കുന്ന സ്റ്റേറ്റ് സിലബസിലുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ CBSE-യിലുള്ള കുട്ടികൾക്കും കൂടി ക്ലാസ് എടുക്കാന്ന് കരുതുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നവരെ ഞാൻ ഇതിനകത്ത് ജസ്റ്റ് നമ്മുടെ വാട്സപ്പ് നമ്പർ ഒന്ന് കൊടുത്തേക്കാം. അതിലേക്ക് നിങ്ങളൊരു ഹായ് മെസ്സേജ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക, നിങ്ങൾ CBSE ആണോ സ്റ്റേറ്റ് ആണോ എന്നുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് അതനുസരിച്ചിട്ട് ക്ലാസ്സുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ അങ്ങനെ എഫോർട്ട് എടുത്തിട്ട് നോക്കിയിട്ട് കാര്യമുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ ഞാൻ വെറുതെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് പറയണേ. ഇപ്പോ നമ്മളിപ്പോ സ്റ്റേറ്റ് സിലബസിനെ വെച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സജഷൻസ് കുറച്ചുള്ളത് കൊണ്ടാണ് നമ്മൾ CBSE കൂടി എടുക്കാന്ന് കരുതുന്നത്. അപ്പോൾ അത് നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് കരുതുക. പിന്നെ നമ്മൾ നിങ്ങൾക്ക് ഒരു സെൽഫ് അറ്റൻഷൻ ഒക്കെ തരാനായിട്ട് വേണ്ടിയിട്ടും കൂടിയാണ് വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഈ ഒരു വീഡിയോ സെൻഡ് ചെയ്യാൻ മറക്കാതിരിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും, മനസ്സിലാവേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ മനസ്സിലാവാത്ത ഭാഗങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്ത് ചോദിക്കുക. നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ചീത്തയൊന്നും പറയില്ല. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അതുപോലെ ലൈവിന്റെ ടൈമിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പൊ അത് മറക്കാതിരിക്കുക. എല്ലാ ദിവസവും പറ്റുന്നുണ്ടെങ്കിൽ ലൈവ് അറ്റൻഡ് ചെയ്യുക. കുറച്ച് സമയത്തിൽ കൂടുതൽ എടുക്കാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈവ് ക്ലാസ് ആയാലും കുറച്ച് സമയം നമ്മൾ എടുക്കുകയുള്ളൂ. ഓക്കെ, അതിൽ നിങ്ങൾക്ക് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ വൈകുന്നേരത്തെ ലൈവിന്റെ കാര്യം മറക്കാതിരിക്കുക. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ഒന്ന് കൂടുതൽ ഇങ്ങനെ പറയണത് കേട്ടോ. ഇനി അടുത്ത വീഡിയോസിലൊന്നും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയില്ല. അപ്പൊ നിങ്ങൾ മറക്കാതെ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത് കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. നമ്മള് കേരള പടാവലിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നോക്കാൻ പോകുന്നത്. കഥകൾ അതിമോഹനം. കണ്ടോ, കഥകൾ അതിമോഹനം. നമ്മള് കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ വീഡിയോസ് ഇടുന്ന സമയത്തുണ്ടല്ലോ, നമുക്ക് എന്താണ് നമ്മൾ വൈറ്റ് ബോർഡിലാണ് എടുത്തുകൊണ്ടിരുന്നായിരുന്നത്. അപ്പൊ നമ്മൾ ഇത്തവണ നിങ്ങൾക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടായ കാരണം കൊണ്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സ്ലൈഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടിയൊക്കെ കാണാനായിട്ടൊക്കെ എളുപ്പമാണല്ലോ. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആ രീതിയിലാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇത് എങ്ങനെയുണ്ട്, നമ്മുടെ ക്ലാസ് ഇങ്ങനെ സ്ലൈഡ് റെപ്രസെന്റേഷൻ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇട്ടിട്ട് എത്രത്തോളം അത് യൂസ്ഫുൾ ആവുന്നുണ്ട്, അതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് പറയണം കേട്ടോ. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മള് കഥകൾ അതിമോഹനം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഇന്നിപ്പോ നോക്കാൻ പോകുന്നത്. ഇതിനകത്ത് ഏതെങ്കിലും ഭാഗങ്ങൾ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം നമ്മൾ ഈ മലയാളം, ഈ കേരള പാഠാവലി തന്നെയാണ്, ഈ ചാപ്റ്റർ തന്നെയാണ് കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നമ്മൾ നോക്കും. എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ അതിൽ പറഞ്ഞു പോകും. അതുപോലെ ഇതിനെ കുറച്ച് ആശയവും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി എലബറേറ്റ് ചെയ്ത് പറഞ്ഞു തരും കേട്ടോ. അപ്പൊ മിസ് ചെയ്യാതിരിക്കുക, മസ്റ്റ് ആയിട്ട് കാണാൻ വരിക. ഓക്കെ, അപ്പൊ കഥകൾ അതിമോഹനം എന്ന് പറയുന്ന ചാപ്റ്റർ എഴുത്തച്ഛൻ എഴുതിയതാണ്. എഴുത്തച്ഛന്റെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവ്വതത്തിലെ ഒരു ഭാഗമാണ്. എഴുത്തച്ഛന്റെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവ്വത്തിലെ ഒരു ഭാഗമാണ് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിനകത്ത് ഫസ്റ്റ് തന്നെ കൊടുത്തേണോ, ഒരു തത്തമ്മേനെയാണ് കാണിച്ചത്. തത്തമ്മയുണ്ട്. തത്തമ്മയുടെ തൊട്ടിപ്പുറത്തായിട്ട് ഇതേ നോക്കിയ ഈ ഇരിക്കുന്നത് താളിയോല എന്ന് പറയും. ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചിലർക്കെങ്കിലും ഇത് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവാത്തവരുണ്ടാവും. ഇത് താളിയോലയാണ്, താളിയോല. ഇതിനകത്ത് എഴുതാൻ ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ പേന കണ്ടോ, എഴുത്താണി എന്നാണ് അതിന് പറയാ. ഇങ്ങനത്തെ എഴുത്താണി വെച്ചിട്ടാണ് ഇതിനകത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ ഇങ്ങനത്തെ നമുക്ക് ഇന്നിപ്പോ നമ്മള് ബുക്കിലും ഇതൊക്കെയല്ലേ എഴുതണേ. പണ്ട് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ പണ്ട് ഉണ്ടായിരുന്നത് ഇങ്ങനത്തെ താളിയോലകളാണ്. അതിനകത്ത് എഴുതാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പേന, എഴുത്താണി എന്നാണ് അതിന് പറയണത്. അതാണ് ഇവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ. നമുക്ക് ജസ്റ്റ് നോക്കാം. നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പോ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേർക്കെങ്കിലും എന്തെങ്കിലും തോന്നുന്നുള്ള സംശയമൊക്കെ കാരണം കൊണ്ട്, പേടി കാരണം കമന്റ് ചെയ്യാണ്ടിരിക്കും. അതുകൊണ്ടാണ് പറയണത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പഞ്ചവർണ്ണ കിളി പെൺകിടാവേ
തെളിഞ്ഞെഞ്ചെവി രണ്ടും കുളിർക്ക പറക നീ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചവർണ്ണ കിളി പെൺകിടാവേ, ആ കിളീനെ വിളിക്കണതാണ്. കിളീനോട് എഴുത്തച്ഛൻ പറയുവാണ്, എന്റെ ചെവി കുളിർക്കെ. മനസ്സിലായോ? എനിക്ക് അറിയാം, അതായത് ഈ നമ്മുടെ എഴുത്തച്ഛന് കിളിയിൽ നിന്ന് എന്തോ കാര്യം അറിയാനുണ്ട്. അപ്പൊ ആ അറിയാൻ വേണ്ടിയിട്ട് കിളിനോട് എഴുത്തച്ഛൻ ചോദിക്കാൻ പോകുന്നതാണ് നമ്മൾ ഇതിൽ കാണുന്നത്. ഓക്കെ, ഈ പാഠഭാഗത്ത് നമ്മൾ കാണുന്നത് എഴുത്തച്ഛനും കിളിയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. എഴുത്തച്ഛനും കിളിയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ ഇവിടെ പറയുന്നത് നോക്കിയേ, പഞ്ചവർണ്ണ കിളി പെൺകിടാവേ തെളിഞ്ഞെഞ്ചെവി രണ്ടും കുളിർക്ക പറക നീ. എന്റെ രണ്ട് ചെവിയും എനിക്ക് ആസ്വദിച്ച് കേൾക്കാവുന്ന രീതിയിൽ നീ പറയൂ. എന്താ പറയണ്ടേ? കിളിയോട് എന്ത് പറയാനാ പറയണേന്ന് നോക്കിയേ. നെഞ്ചം തെളിഞ്ഞു കുറുക്കി കൊഴുത്ത പാൽ, നെഞ്ചം തെളിഞ്ഞു കുറുക്കി കൊഴുത്ത പാൽ, പഞ്ചദാന പൊടി കൂട്ടി കുഴമ്പാക്കി നല്ല കദളിപ്പഴങ്ങൾ തിരഞ്ഞു ഞാൻ, മെല്ലെ തിരുമ്മിയുടച്ചു തേനും വീഴ്ത്തി, വെല്ലവും ശർക്കരയും ചിട്ടതിൽ വെള്ളിത്തളികയിൽ മേളിച്ചു വെവ്വേറെ വെച്ചിരിക്കുന്നതെടുത്തു ഭുജിച്ചാലു മിച്ചമാകുന്നതു ദാഹമുണ്ടെങ്കിലോ നീലക്കരിമ്പിന്റെ ചാറുമിളനീരും പാലും മധുവും കുടിച്ചാലും ആവോളം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾക്ക് ശരിക്കും ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഞാൻ കാണാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ തന്നെ ചിലപ്പോൾ കാണാൻ പറ്റാണ്ട് വരാണെങ്കിൽ പറയാം. നിങ്ങൾ ഇതിന്റെ ഇടയിൽ ഇനി ആ പുസ്തകം ഒന്ന് നോക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഭാഗം തന്നെ ഇങ്ങനെ കാണിക്കണേ കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ പറയുവാണ്, പഞ്ചവർണ്ണ കിളി പെൺകിടാവേ, നീ എന്റെ രണ്ട് ചെവിയും എനിക്ക് അറിയാനുള്ള കാര്യം, നീ എന്റെ രണ്ട് ചെവിയും കുളിർക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടമുള്ള കാര്യം ആരെങ്കിലും നമ്മളോട് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കുളിർക്കെ പറയുക എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ കിളിയോട് പറയണം. അപ്പൊ എന്താണ് പറയുന്നത്? അതിന്റെ കൂട്ടത്തോടെ എഴുത്തച്ഛൻ പറയണേ, നെഞ്ചം തെളിഞ്ഞു കുറുക്കി കൊഴുത്ത പാൽ. അതായത് പാലില് പഞ്ചസാരപ്പൊടി കൂട്ടി കുഴമ്പാക്കി പഞ്ചസാരപ്പൊടി ഇട്ടിട്ട് അതില് പിന്നെ വേറെന്താ ചെയ്തേ, നല്ല കദളിപ്പഴം എന്ന് പറയുന്നത് പഴമാണ്. നമ്മുടെ സാധാരണ പഴമില്ലേ, ഇപ്പൊ പൂവമ്പഴം, അതുപോലെ നിങ്ങൾ റോബസ്റ്റ, ഏത്തപ്പഴം, അങ്ങനെ പല പഴങ്ങൾ കേട്ടിട്ടില്ലേ? അതുപോലെ ഉള്ള ഒരു പഴമാണ് കദളിപ്പഴം. കദളിപ്പഴം എന്ന് പറയുന്നത് ഒരു പഴമാണ്. ഓക്കെ, വാഴപ്പഴമാണ്. ഓക്കെ, നല്ല കദളിപ്പഴങ്ങള് തിരഞ്ഞ് എടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് അതിനകത്ത് എന്ത് ചെയ്തേക്കാം, അതിനെ മെല്ലെ തിരുമ്മി ഉടച്ച് അതിനെ നന്നായിട്ട് ഉടച്ച്. നിങ്ങള് ഈ നമ്മുടെ എന്താണ് അവല് കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറിയാം. അവലില് സാധാരണ അമ്മമാര് എന്താ ചെയ്യാ, എല്ലാവരും ചിലപ്പോ ചെയ്യില്ല, സാധാരണ ചില അമ്മമാര് ചെയ്യാറുണ്ട്. അവലില് പഞ്ചസാരയും ശർക്കരയും അതിന്റെ ഒപ്പം കുറച്ച് ഈ നമ്മുടെ പഴം, അത് ഏത് പഴമായാലും പഴം കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് സ്മാഷ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കും. എന്നിട്ട് കഴിക്കാൻ കൊടുക്കും. നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ അതുപോലെ ഇവിടെ എന്ത് ചെയ്തേക്കാണ്, എഴുത്തച്ഛൻ എന്ത് ചെയ്തേക്കാണ്, പഞ്ചസാരപ്പൊടി കൂട്ടി കുഴച്ച് ഈ കദളിപ്പഴം, ഞാൻ പറഞ്ഞല്ലോ പഴത്തിനെ നന്നായിട്ട് തിരുമ്മി ഉടച്ച് നല്ലോണം ഇങ്ങനെ സ്മാഷ് ചെയ്ത് നല്ലോണം ഉടച്ചെടുത്ത് അതിനകത്തേക്ക് തേനും അതുപോലെ ശർക്കരയും വെള്ളവും ഒക്കെ ചേർത്തിട്ട് അത് അതിനകത്തേക്ക് ഇട്ടിട്ട് ഒരു വെള്ളിത്തളിക എന്ന് പറഞ്ഞ ഒരു പാത്രമാണ്. ഒരു പാത്രത്തില് വേറെ വേറെ ആയിട്ട് വച്ചേക്കുക. കാരണം എഴുത്തച്ഛന് അറിയില്ല പഞ്ചവർണ്ണ കിളിക്ക് ഇതിൽ ഏതൊക്കെയാണ് ഇഷ്ടം എന്നുള്ളത്. അല്ലെ, നമുക്കാണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോ നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ, പലതരത്തിലുള്ള സാധനങ്ങൾ, ഐറ്റംസ് ഒരുമിച്ച് വെച്ചു കൊടുക്കും. അതായത് നമ്മുടെ വീട്ടിലിപ്പോ ഒന്നോ രണ്ടോ, ചിലർക്ക് എരിവുള്ള സാധനങ്ങളായിരിക്കും ഇഷ്ടം, ചിലർക്ക് മധുരമുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും ഇഷ്ടം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, എരിവുള്ളതും മധുരമുള്ളതൊക്കെ സെപ്പറേറ്റ് പാത്രത്തിൽ വെച്ചു കൊടുക്കും, അല്ലെ, വയ്ക്കും. അങ്ങനെയല്ലേ ചെയ്യാ. അപ്പൊ അതുപോലെ ഇവിടെ എന്താണ് പറയണത്, ഈ എഴുത്തച്ഛൻ കിളിക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വേറെ ആയിട്ടാണ് വെച്ചേക്കണേ. അപ്പൊ കിളിക്ക് ഇഷ്ടമുള്ളത് അതിൽ നിന്ന് എടുത്ത് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതായത് വെള്ളിത്തളികളിലാണ് വെച്ചത്, പാത്രങ്ങളിൽ സെപ്പറേറ്റ് ചെയ്ത് വേറെ ആയിട്ട് വെച്ചേക്കാണ്. ഇഷ്ടമുള്ളത് കഴിച്ചോളാൻ പറഞ്ഞു. ഓക്കെ, എന്നിട്ട് നോക്കിയേ, മിച്ചയാകുന്നതെന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളത് ഇങ്ങനെ വേറെ ആയിട്ട് പാത്രങ്ങളിൽ വെച്ചേക്കാണ്. അതിന് ഇഷ്ടമുള്ളത് കഴിച്ചോളാൻ പറയാണ്. എന്നിട്ട് നോക്കിക്കേ, ദാഹമുണ്ടെങ്കിലോ നീലക്കരിമ്പിന്റെ ചാറും ഇളനീരും പാലും മധുവും
കുടിച്ചാലും ആവോളം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാഹം ഉണ്ടെങ്കിൽ, നിനക്ക് ദാഹിക്കണുണ്ടെന്നുണ്ടെങ്കിൽ നീല കരിമ്പിന്റെ ചാറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, കരിമ്പിൻ ജ്യൂസ് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. കരിമ്പിൻ ജ്യൂസും അതുപോലെ ഇളനീര്, ഇളനീര് അറിയാലോ, തേങ്ങ വെള്ളം അറിയാം, കരിക്കും വെള്ളമാണ് ഇളനീര്. പിന്നെ അതുപോലെ പാലും മധുവും, മധു എന്ന് പറഞ്ഞാൽ തേൻ. ഓക്കെ, ഇതൊക്കെ കുടിച്ചാലും ആവോളം നിനക്ക് എന്താണ് ഇഷ്ടം, കുടിക്കാൻ എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തു കുടിച്ചാലും എന്നൊക്കെ പറയാം. ഇതൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, കിളിക്ക് ഇതൊക്കെ കൊടുത്ത് ആദ്യം തന്നെ ഫുഡ് കൊടുക്കാണ് അല്ലെ. ആവശ്യമുള്ള ഫുഡും അതുപോലെ വെള്ളവും ആവശ്യത്തിനുള്ള എന്താണ് കഴിക്കാൻ വേണ്ടിയെന്ന് വെച്ചാൽ അതൊക്കെ കൊടുത്ത് ആദ്യം തന്നെ കിളീനെ സന്തോഷിപ്പിക്കുകയാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ കൊടുക്കണത്, നമ്മുടെ എഴുത്തച്ഛന് എല്ലാ കാര്യം കിളിയിൽ നിന്ന് അറിയാനുണ്ട്. എന്നിട്ട് കിളിയോട് പറയുന്നുണ്ട് അല്ലെ, എനിക്ക് എന്റെ ചെവി കുളിർക്ക നീ പറഞ്ഞു തരണം, ഇതൊക്കെ കഴിച്ചിട്ട് നീ എന്ത് ചെയ്യണം, എന്റെ ചെവി കുളിർക്ക എനിക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണം എന്ന് പറയുകയാണ്. എന്നിട്ട് എന്താ പറയണേന്ന് നോക്കിക്കേ, ഭീഷ്മ സമാന നരിനിവഹത്തിനു ഭീഷ്മർ ശരശയ്യത്തിന്മേൽ വീണാറെ തോറ്റ സുയോധനനാദികളാകിയ 100 പേരെന്തൊന്നു ചെയ്തതു ചൊല്ലു നീ. അതായത് ഭീഷ്മര് എന്താ യുദ്ധത്തിന്റെ സമയത്ത് എന്തായി, നമ്മുടെ ശരശയ്യയില് വീണു അല്ലെ, ശരശയ്യയിൽ കിടക്കുകയാണ്. ആ സമയത്ത് തോറ്റുപോയ സുയോധനൻ, തോറ്റുപോയ സുയോധനൻ ആ 100 പേരുണ്ടല്ലോ. അപ്പൊ ആ സുയോധനൻ എന്താണ് അവിടെ ചെയ്തതെന്നാണ് നമ്മുടെ ആർക്കറിയേണ്ടത്, എഴുത്തച്ഛന് അറിയേണ്ടത്. ആ ഭീഷ്മര് നമ്മുടെ ഭീഷ്മര് ശരശയ്യയില് കിടക്കേണ്ട അവസ്ഥ വന്നു അല്ലെ. ഭീഷ്മര് ശരശയ്യയിലായപ്പോൾ നമ്മുടെ സുയോധന എന്താണ് ചെയ്തത്, അതാണ് ആർക്കറിയണ്ടേ, എഴുത്തച്ഛന് അറിയണ്ടേ. ഓക്കെ, ചൊല്ലുവാനാവതില്ലെങ്കിലും ഒട്ടൊട്ടു ചൊല്ലുന്ന ഉണ്ട് കണക്കിൽ ചുരുക്കി ഞാൻ. എനിക്ക് പറയാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ചൊല്ലുവാനാവതില്ലെങ്കിൽ, അതായത് അത് പറയാനായിട്ട് എനിക്ക് പറ്റില്ല, ശരിക്കും പറ്റില്ല, എന്നാലും ഞാൻ അത് ചുരുക്കി പറയാന്ന് ആര് പറയാണ്, കിളി പറയാണ്. ആരോട്, എഴുത്തച്ഛനോട് പറയാണ്. അതെനിക്ക് പറയാനായിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിലും ഞാനതൊന്ന് ചുരുക്കി പറയാന്ന് എഴുത്തച്ഛനോട് പറയാണ്. അപ്പൊ എന്താ പറയണേന്ന് നോക്കിയേ, വൻപനാം കർണനോടാശു സുയോധന നൻപോടു സേനാധിപതിയാക നീ എന്നാൻ. അതായത് നമ്മുടെ കർണനോട് സുയോധനൻ എന്തോ ചെയ്തേക്കാണ്, സേനാധിപതി ആവാനായിട്ട് പറയുകയാണ്. കർണനോട് സുയോധനൻ കർണനോട് എന്തു പറയാണ്, സേനാധിപതി അതായത് രാജാവ് ആകാനായിട്ട് പറയാണ്. ഓക്കെ, വൻപനം കർണനോടാശു സുയോധന നൻപോടു സേനാധിപതിയാക നീ എന്നാൻ. കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൽ കർണസുഖം ഞാൻ പറകയില്ലാരോടും. അതായത് അപ്പോ ഈ നമ്മളുടെ അടുത്ത് ആരാ, സുയോധനൻ കർണനോട് എന്തു പറഞ്ഞു, രാജാവ് ആവാനായിട്ട് പറഞ്ഞു. അപ്പോ കർണൻ മന്ദസ്മിതത്തോടെ, അതായത് ചെറുപുഞ്ചിരിയോടെ എന്തു പറയുവാണ്, കർണൻ ചെറുപുഞ്ചിരിയോടെ നമ്മുടെ സുയോധനനോട് പറയുവാണ്, കർണനും മന്ദസ്മിതം ചെയ്ത് ചൊല്ലിനാൽ കർണസുഖം ഞാൻ പറകയില്ല ആരോടും. കർണസുഖം ഞാൻ ആരോടും പറയില്ലാന്ന്. കർണസുഖം ഞാൻ ആരോടും പറയില്ല എന്ന് പറഞ്ഞാൽ എന്താണ്, ചെവിക്ക് സുഖമുള്ള കാര്യം ഞാൻ ഒരിക്കലും ആരോടും പറയില്ല. അതായത് മറ്റുള്ളവർക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങളായിട്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഉള്ളത് ഉള്ള പോലെ ഞാൻ പറയുള്ളൂ. മറ്റുള്ളവർക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള പോലെ ഞാൻ ഒന്നും പറയില്ല, സംസാരിക്കില്ല എന്ന് ആരോട് പറയാണ്, കർണൻ നമ്മുടെ ആരോട് പറയാണ്, ആരോട് പറയണേ, സുയോധനനോട് പറയുവാണ്. ഓക്കെ, എന്നിട്ട് എന്താ പറയണെന്ന് നോക്കിയേ, ദ്രോണ രാമാചാര്യൻ താൻ ഇരിക്ക എന്തു മാനിച്ചു മറ്റുള്ളോ നിർത്തുന്നത് പട. അതായത് ദ്രോണാചാര്യരുണ്ട് അവിടെ ആ ശരശയ്യയില്. നമ്മുടെ ഒരു മിനിറ്റ്, ദ്രോണാചാര്യര് ഈ ശരശയ്യയില് നമ്മുടെ ഭീഷ്മർ കിടക്കുന്ന സമയത്ത് അവിടെ ദ്രോണാചാര്യരുണ്ട്. അപ്പൊ കർണൻ പറയുകയാണ്, ദ്രോണാചാര്യർ എന്ന് പറഞ്ഞാൽ വളരെ എന്താണ് പ്രഗത്ഭനായ ആളാണ് അല്ലെ. അപ്പോ അദ്ദേഹം ഉള്ള സമയത്ത് ഈ നമ്മുടെ കർണനോട് ഇങ്ങനെ സേനാധിപതി ആവാനായിട്ട് പറയുന്നത് ശരിയല്ല.
എന്ന് അവിടെ പറയുവാണ്. ഓക്കെ, ദ്രോണരാമാചാര്യൻ താൻ ഇരിക്കെ എന്ത് മാനിച്ചു മറ്റുള്ളവർ നിർത്തുന്നിതു പടം. അദ്ദേഹം ഉള്ളപ്പോ പട നയിക്കാനായിട്ട് വേറൊരാളോട് എങ്ങനെയാണ് പറയാൻ പറ്റുക? ഓക്കെ, മന്നവ രാജാവേ കേൾക്ക, ഭരദ്വാജ നന്ദന നിന്നുള്ള യോദ്ധാക്കളിൽ പ്രബലാധിപൻ പിന്നെ ഞാൻ പക്ഷേ ഭരിക്കുന്നതുമുണ്ടു. മന്നവ സങ്കടമുണ്ടാക ഇല്ലേതു. അതായത് കർണൻ പറയാണ്, ദ്രോണാചാര്യര് ഈ പട നയിക്കുന്നതില് അല്ലെങ്കിൽ മന്നനായിട്ട് നിൽക്കുന്നതില് എനിക്ക് യാതൊരു തടസ്സവും ഇല്ല, എനിക്ക് യാതൊരു വിഷമവും ഇല്ല, സങ്കടവും ഇല്ല എന്ന് പറയാണ്. കാരണം എന്താണ്? മാനിയായുള്ള സുയോധനൻ ദ്രോണരെ സേനാധിപതിയായി അഭിഷേകവും ചെയ്താൽ. അപ്പോ ശരിക്കും കർണൻ എന്ത് ചെയ്യാണ്? കർണന് അറിയാം ദ്രോണാചാര്യർ എന്ന് പറയുന്ന അത്രയും പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഉള്ള സമയത്ത് മറ്റൊരാൾക്ക് അദ്ദേഹത്തിന് പകരക്കാരനായിട്ട് നിൽക്കാൻ പറ്റില്ല എന്ന് ആർക്കറിയാം? കർണന് അറിയാം. അപ്പോ കർണൻ അതുകൊണ്ട് പറയുവാണ്, എന്തു പറയാണ്? കർണന് വന്ന സേനാധിപതിയായിട്ട് നിൽക്കാനായിട്ടുള്ള അവസരം ആർക്കാണ് വന്നത്? നമ്മുടെ കർണനാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ കർണൻ പറയുവാണ്, അത് ത്യജിക്കുകയാണ്, സ്നേഹത്തോടെ തന്നെയാണ് പറയുന്നത്. കർണൻ പറയാണ് അതിനുള്ള അർഹത ദ്രോണാചാര്യർക്കാണ്. ദ്രോണാചാര്യർ ഉള്ളപ്പോൾ മറ്റാർക്കും ആ ഒരു പട നയിക്കാനായിട്ടുള്ള അർഹതയില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിൽ ഒരു വിരോധവും ഇല്ല. അദ്ദേഹത്തിനെയാണ് അതിനുള്ള ആ ഒരു അവസരം അദ്ദേഹത്തിനാണ് കൊടുക്കേണ്ടതെന്ന് എന്ത് ചെയ്യാണ്? കർണൻ വളരെ ഇതിൽ പറയുവാണ്. മനസ്സിലായോ? ഒരു രാജാവിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ വേണ്ടതായിട്ടുള്ള ഒരു ഭവ്യതയുണ്ട് അല്ലെ? നമുക്ക് തോന്നുന്ന പോലെ എടുത്തടിച്ച് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് അങ്ങനെ പറഞ്ഞു പിന്മാറുകയല്ല ചെയ്യുന്നത്. കർണൻ വളരെ വ്യക്തതയില് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്നൊക്കെ വ്യക്തമാക്കിയിട്ട് ആർക്കും എന്താ പറയാ, ആർക്കും ഒരു ഇഷ്ടക്കുറവില്ലാത്ത രീതിയിൽ എല്ലാവർക്കും നല്ല ഒരു ആൻസർ ആണ് കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യായിരുന്നു? കർണന് കിട്ടിയ അവസരം കർണന് പാഴാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ആവശ്യം ഉണ്ടായിരുന്നില്ല അല്ലെ? എന്നാലും കർണൻ എന്ത് ചെയ്തേക്കാണ്? കർണൻ അതിന്റെ ആ ന്യായം എന്താണോ അതാണ് ചെയ്യുന്നത്. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, ഈ ചാപ്റ്ററിൽ ഇത്രയാണ് പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തില് ഇതിന് ഒത്തിരി വാല്യൂ ഉണ്ട് അല്ലെ? നമുക്ക് ഒരു അവസരം കിട്ടുമ്പോ നമുക്ക് അർഹതയുള്ളതാണോ, ആ അവസരത്തിന് നമ്മൾ അർഹതയുള്ളവരാണോ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇല്ല. പലരും ചിന്തിക്കാറില്ല. ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തില് ഈ എഴുത്തച്ഛന്റെ ഈ ഒരു ഭാഗത്തിന് നമുക്ക് ഇപ്പൊ ഈ പഠിക്കാൻ തന്നിട്ടുള്ള കഥകൾ അതിമോഹനം എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിന് ഒത്തിരി വാല്യൂ ഉണ്ട്. മനസ്സിലായോ? ഒത്തിരി പ്രാധാന്യമുണ്ട്. അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താണ് കർണൻ പറയുന്നുണ്ടല്ലേ, മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഉള്ളതല്ലാത്ത കാര്യം പറയില്ല, ഉള്ള കാര്യം പറയുള്ളൂ. മനസ്സിലായോ? അങ്ങനെ കുറച്ച് വളരെ നല്ല വ്യക്തിത്വത്തിന് ഉടമയാണ് കർണൻ. കർണന്റെ ആ ഒരു വലിയ മനസ്സാണ് ശരിക്കും നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ രാത്രിയിൽ ഡിസ്കസ് ചെയ്യും കേട്ടോ. കുറച്ചും കൂടി ഡീപ്പായിട്ട് അതിന്റെ ആശയമൊക്കെ പറഞ്ഞു തരും. അപ്പൊ നിങ്ങൾ ഇതിപ്പോ ഞാൻ വേർഡ് ആയിട്ട് ഇങ്ങനെ എടുത്തു തരണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ എക്സാം ഒക്കെ ആവുന്ന ഒരു ടൈം ആവുമ്പോഴത്തേനും എന്റെ അടുത്ത് പലരും ചോദിക്കും, മിസ്സേ ഈ ചാപ്റ്ററിന്റെ ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് വീഡിയോ ഇടുമോ എന്ന് ചോദിക്കും. അത് അറിയാവുന്ന കാരണം കൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇടുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക, കാണുക, പഠിക്കുക. നമ്മൾ ഓരോ വേർഡ് ബൈ വേർഡ് ആയിട്ട് മാക്സിമം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതിന്റെ ഏതെങ്കിലും ഒക്കെ മനസ്സിലാവാത്തതുണ്ടെന്നുണ്ടെങ്കിൽ രാത്രി നിങ്ങൾ ലൈവിന്റെ സമയത്ത് വന്നിട്ട് ചോദിച്ചോളൂ കേട്ടോ. അല്ലെങ്കിൽ ഇതിൽ മെസ്സേജ് ഇട്ട് ചോദിക്കുക. അതുപോലെ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കാം, അതിൽ ജസ്റ്റ് ഒന്ന് ഹായ് മെസ്സേജ് ഇടാൻ മറക്കാതിരിക്കുക കേട്ടോ. അതുപോലെ മനസ്സിലായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് വേണം നമുക്ക് അതനുസരിച്ചിട്ട് വേണം നമ്മുടെ ക്ലാസ്സിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വരുത്തണമെങ്കിൽ വരുത്താൻ. അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഓരോ മെസ്സേജും നമ്മൾ അത്രത്തോളം നമ്മൾ നോക്കിയിരിക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾ ഇടണേ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, യൂസ്ഫുൾ ആണോ എന്നുള്ളത് നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് വൈകുന്നേരം കാണാം കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഭാഗങ്ങൾ ക്ലിയർ ആവാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ലൈവിന്റെ സമയത്ത് നമുക്ക് കാണാം. അപ്പൊ നമുക്ക് പതുക്കെ വൈൻഡപ്പ് ചെയ്താലോ? അപ്പൊ ഓക്കെ, വൈകുന്നേരം 7 മണിക്കാണ് കേട്ടോ ലൈവ്, മറക്കണ്ട. ഓക്കെ, ബൈ.